പാഠം 174. പല്ലികൾ ചിന്തിക്കുന്നത്. സ്വന്തം ഭർത്താവ് മനപ്രയാസം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു ഭാര്യയും പേടിക്കും. ഞാൻ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. കൃത്യം 5 മിനിറ്റിനുള്ളിൽ നീ ഫോണിലേക്ക് വിളിക്കണം. നിന്റെ അഹങ്കാരം തീരാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി. ഹലോ, വിളിച്ചാലോ? ഹലോ ഹലോ, നോക്കടി, ഞാനെന്തിനാ ഇവിടെ കയറി നിൽക്കുന്നെന്ന് ചോദിക്കാത്ത എന്താ? ഇതൊന്നും തീരുമാനിക്കാതെയാണോ അതിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുന്നത്? ഹലോ, അതെ ഉത്തമനാണ്. അയ്യോ, അതിപ്പോ ഞാൻ വിചാരിച്ച നടക്കൂല സുശീല. നീ ഒരു കാര്യം ചെയ്തോ, നേരെ വില്ലാഫീസിലോട്ട് നേരിട്ട് ചെന്ന് മോനേഡ് സാറിനെ കണ്ടാ മതി. സാറ് വന്നില്ലേ? അതെന്താണ് അങ്ങനെ? അയ്യോ, ലീവിന്റെ കാര്യവും സാർ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ശരി ശരി ശരി, ഞാൻ നോക്കട്ടെ. അത് കൊള്ളാലോ, മോനേഡ് സാർ ലീവ് എടുക്കുകയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ തൂങ്ങല് കാര്യമായിട്ടെന്തോ പറ്റിക്കാണും. പോയി നോക്കിയാലോ? ഈശ്വര, തിരികെയില്ല. അങ്ങനെ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ആദ്യമായി വില്ലേജ് ഓഫീസർ ലീവ് എടുത്തു. ലീവ് എടുത്ത് എന്താ നാട്ടുകാർ ചോദിക്കും, എന്താ പറയാ? ഹലോ, സത്യഭാമയാണ്. ഒന്നും പറയണ്ട വിദ്യാലക്ഷ്മി, ഇന്നലെ വൈകിട്ട് ഇവിടെ ഒരു തൂങ്ങിച്ചാവലിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അതൊരു വലിയ കഥയാ. നേരിട്ട് കാണും പറയാട്ടോ. ശരി. നീ എന്തിനാ എല്ലാവരും വിളിച്ചിങ്ങനെ പറയുന്നത്? ഇനി വിദ്യാലക്ഷ്മി എന്നെ കാണുമ്പോ ചിരിക്കില്ലേ? അതുകൊണ്ടല്ലേ സംഭവം റിഹേഴ്സൽ ആണെന്ന് ഞാൻ പറഞ്ഞത്. ഒറിജിനൽ പരിപാടിയാണെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കുക മാത്രമല്ല, പോലീസ് കേസും എടുക്കും. ആത്മഹത്യാ ശ്രമം വലിയ കേസാ. ഞാൻ പക്ഷെ ശരിക്കും ആത്മഹത്യക്ക് ശ്രമിച്ചാലല്ലോ, വെറുതെ കാണിച്ചല്ലേ. സത്യത്തിൽ എല്ലാത്തിനും കാരണം നീയാണ്. നീ സദാനന്ദ സാറിനെ പൊക്കി പറഞ്ഞോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. കൊള്ളാം, മനോഹരമായ ന്യായം. ഞാനുള്ളത് കൊണ്ട് ഇന്നലെ രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം ആരുമില്ലാത്ത നേരം തന്നെ നോക്കി വേണം അത് ചെയ്യാൻ. കാണണ്ട, ഇപ്പൊ തന്നെ ഒച്ച കാക്കയുടെ ഒച്ച പോലെയുണ്ട്. ഇനി എന്റെ മെക്കിട്ട് കയറിയാൽ ഉള്ള ഒച്ചയും കൂടെ പോവും. വില്ലേജ് ഓഫീസർ പുറത്തിറങ്ങി നടക്കുമ്പോ ആളുകൾ എന്ന് പറഞ്ഞ് പുറകെ കൂടുകയും ചെയ്യും. ഇങ്ങനെ ഇരുന്നാ മതിയോ? കഴുത്തിന് വേദന ഉണ്ടെങ്കിൽ ആശുപത്രി പോവാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടോടെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ. നിനക്കതാണല്ലോ വേണ്ടത്. പറയുന്ന കേട്ടാ തോന്നുന്നു ഞാൻ എന്തോ ചെയ്തതാന്ന്. ബുദ്ധിയില്ലാതെ എടുത്തു ചാടി മോഹനേട്ടൻ ഓരോ കുഴപ്പങ്ങൾ വരുത്തി വയ്ക്കുന്നതിന് ഞാൻ അങ്ങനെ ഉത്തരവാദിയാകും. ആശുപത്രി പോവാം. ഇനിയിപ്പോ എന്റെ ശബ്ദം മുഴുവൻ പോയാലും ഞാൻ ആശുപത്രി പോവില്ല. അല്ലെങ്കിൽ തന്നെ നാട്ടിലുള്ള ശത്രുക്കൾ മുഴുവൻ ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക എന്നെ കളിയാക്കാൻ. ഇതാണ് മോഹനേട്ടന്റെ അടുത്ത കുഴപ്പം. ആളുകൾ മുഴുവനും മോഹനേട്ടനെ ശ്രദ്ധിക്കുകയാണെന്നും നാട്ടിലെ ഏറ്റവും യോഗ്യൻ മോഹനേട്ടനാണെന്നുള്ള ഈ ധാരണ ആദ്യം മാറ്റണം. ആളുകൾക്കൊക്കെ വേറെ പണിയുണ്ട്. അവര് മോഹനേട്ടനെ കളിയാക്കാനായി നടക്കുകയല്ല. ഇതിന് മാത്രം ശത്രുക്കൾ ഉണ്ടാവാൻ മോഹനേട്ടൻ അഡോൾഫ് ഹിറ്റ്ലർ ഒന്നും അല്ലല്ലോ. വന്നല്ലോ ഉപദേശി. ഉപദേശിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. നമസ്കാരം വക്കീലെ. മോഹനേട്ടൻ സാറല്ലേ? എന്തിനാ?
അല്ല സാറ് ലീവാണെന്ന് പറഞ്ഞു, ഒന്ന് കണ്ടിട്ടങ്ങ് പോന്നു വിചാരിച്ചു. ഇന്നെന്താ പരിപാടി? എന്താ? വെള്ളത്തിൽ ചാടാനാണോ, ട്രെയിനിന്റെ മുന്നിൽ കയറി നിൽക്കാനാണോ, അതോ വിഷം കഴിക്കാനാണോ? അത് പിന്നെ വക്കീലെ സത്യമായിട്ടും അതെന്റെ ഐഡിയ അല്ലായിരുന്നു. മോനേഷ് സാർ ഓരോന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ വെറുതെ ആത്മഹത്യ ചെയ്ത സുശീലന്റെ കാര്യം എടുത്തങ്ങിട്ടു. വെറുതെ തമാശക്ക് പറഞ്ഞതാ. അതുപോലെ സാറ് അതുപോലെ ചെയ്തുകൊള്ളയെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ഈ മോഹനേഷ് സാറിന്റെ കാര്യം അങ്ങനെയാണ്. അപ്പൊ ഉത്തമൻ അതിലൊരു പങ്കുമില്ല. ഏയ് എനിക്കങ്ങനെ പങ്കുവരും. എനിക്കെന്ത് പ്രാന്തുണ്ടോ വക്കീല്? ഉള്ളത് പറയാമല്ലോ, ഈ മോനേഷ് സാറിന് ഓരോ സമയം ഓരോ പ്രാന്താണ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? അതുമല്ല, പിന്നെ സാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കേൾക്കാതിരിക്കും? സാറ് ഭയങ്കര വലിയ വില്ലേജ് ഓഫീസറല്ലേ. സാർ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ വെറുതെ ഇതുവഴി പോയപ്പം ഒന്ന് കയറി എന്നുള്ളതേ ഉള്ളൂ. സാറിന് സുഖമല്ലേ? അയ്യോ ആണെന്നോ? കഴുത്തിൽ സാരി മുറുക്കി ഇങ്ങനെ തൂങ്ങി കിടക്കാൻ നല്ല സുഖമല്ലേ? ഉത്തമൻ അത് കണ്ടിരുന്നെങ്കിൽ ഉത്തമനും തോന്നിയനെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന്. ആ എന്തായാലും വന്നത് നന്നായി. സാറിനെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് പോവാൻ നോക്ക്. കഴുത്തിന് വല്ല ചതവോ പൊട്ടലുണ്ടോന്ന് അറിയില്ല. ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ നോക്കിയപ്പോ മാനക്കേട്. ഡോക്ടർ ചോദിച്ചാൽ എന്ത് പറയും? ആശുപത്രി പോയാൽ ശരിയാവില്ല, നാട്ടുകാർ മുഴുവൻ അറിയില്ലേ. അല്ല സാറേ, അതോർത്തൊന്നും പേടിക്കണ്ട, നമുക്ക് എന്തേലും കള്ളം പറയാം. എന്തായാലും ഈ ഡോക്ടറിനെ ഒന്ന് കണ്ടിരിക്കുന്നത് നന്നായിരിക്കും. ഏയ് അത് ശരിയാവില്ല, ഞാനില്ല. ഇക്കാര്യത്തിൽ വെറുതെ വാശി പിടിക്കണ്ട. കഴുത്തിൽ കയറ് കെട്ടി തൂങ്ങാൻ ഉത്തമം പറഞ്ഞപ്പോ ഒരു സംശയം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എന്താ ഇത്ര വലിയ ആലോചന? മര്യാദയ്ക്ക് ആശുപത്രി പോകാൻ നോക്ക്. ആശുപത്രിയിൽ പോയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പോലീസിനെ കൊണ്ട് ആത്മഹത്യാ ശ്രമത്തിന് കേസെടുപ്പിക്കും. അപ്പോ പോലീസുകാര് ബലമായി ആശുപത്രി കൊണ്ടുപോകും. അത് കൊള്ളാം, ഭയങ്കര രസമായിരിക്കും. ഉത്തമൻ ചിരിക്കണ്ട. ആത്മഹത്യാ ശ്രമത്തെക്കാട്ടിലും വലിയ കുറ്റമാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാന്നത്. കേസ് കൊടുത്താൽ ഉത്തമനും അകത്താ. കഴുത്തെ പിടിച്ചോണ്ട് നിന്നോടെ. അതെ, ഒരു സാധാരണ ഭാര്യയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ സ്റ്റേഷനിൽ കേറ്റൂല. പക്ഷെ ആള് വക്കീലായതുകൊണ്ട് നമുക്കതും പ്രതീക്ഷിക്കാം. സാറേ വന്നാണ്, നമുക്ക് ആശുപത്രി പോയില്ലാന്ന് വേണ്ട. ഞാൻ വരാം, പക്ഷെ ഒരു വ്യവസ്ഥ. ഇവിടെ നിന്ന് അവിടെ ചെന്ന് അവിടെ നിന്ന് ഇവിടെ വരും വരെ സംഭവിച്ചെന്താണെന്ന് ഒരാളും അറിയാൻ പാടില്ല. എന്റെ സാറേ, എങ്ങനെ അറിയൂന്ന്? നമ്മളൊരു ഒറ്റ മനുഷ്യരോട് പറയില്ലല്ലോ. ഉറപ്പാണല്ലോ? ഉറപ്പായിട്ടും. ഞാൻ വരാം.